guys, welcome back to our channel. അപ്പോൾ ഇന്ന് ഇൻട്രോയ്ക്ക് ഞാനും വാസിയാണ് കേട്ടോ വന്നത്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഡയറി മിൽക്കിൻ്റെ സ്പെഷ്യൽ ചോക്ലേറ്റ് ഇറങ്ങി. അപ്പം ഷാഹിനാമി പുറത്ത് പോയിട്ട് വന്നപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതായിരിക്കുന്നു. അൽഫി ഇല്ലായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അൽഫി പുറത്തോട്ട് പോയി. അപ്പം നമുക്ക് ഇത് അൽഫിക്കൊരു പ്രാങ്ക് കൊടുക്കാം. അവൾ വിശ്വസിക്കില്ലേന്ന് അറിയത്തില്ല. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാനൊക്കെ പറ്റും. അപ്പോൾ ഒരു ലവർ തരുന്ന രീതിയിൽ അത് എഴുതി വെച്ചിട്ട് റൊമാൻസ് രീതിയിലുള്ള എന്തെങ്കിലും അത് എഴുതി വെച്ചിട്ട് നമ്മൾ അൽഫിയെ പറ്റിക്കാം. ഇത് അൽഫിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാം. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അൽഫി പോയിട്ട് കുറേ ഉമ്മയും അൽഫിയായിട്ട് പുറത്ത് പോയത് കുറേ നേരമായി പുറത്ത് പോയിട്ട്. അപ്പം അതിനുമ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് നല്ലോണം എഴുതണം ഇവിടെ. മെയിൻ പരിപാടി അതാണ്. ഓക്കെ, നമുക്കത് ചെയ്തിട്ട് വരാം. ഞാനിത് എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ കഴിച്ച് അവൾക്ക് ഓൾറെഡി അറിയാം നല്ലോണം എങ്ങനെ എഴുതുന്നത്. അപ്പം ഞാൻ വേറൊരു രീതിയിലാണ് എഴുതിയത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കിനി ഗിഫ്റ്റ് പേപ്പർ പൊതിയാം. ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി. അപ്പം ഇത് ഞാൻ വിചാരിച്ച് നമ്മൾ കൊടുത്ത എന്തായാലും ആപ്പിക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിനെ കൊണ്ട് കൊടുപ്പിക്കാൻ. മീൻസ് അച്ഛൻ്റെ ഫ്രണ്ട് എന്തെങ്കിലും ഹെൽമെറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അച്ഛൻ്റെ ഫ്രണ്ട്സെല്ലാം അവർക്ക് അറിയാം എന്നൊക്കെ എങ്ങനെ സെറ്റ് ആക്കാം. അൽഫി വന്നിട്ടുണ്ട്. അപ്പോൾ അൽഫി വെളിയിരിക്കുകയാണ്, ആളിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുട്ടായി ഈ ജനലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനൽ തുറന്ന് ഞാൻ വെളിയിൽ കൊണ്ട് വെക്കണം. അപ്പോൾ അവിടെ മാരി വരും. മാരി വന്നാണ് കൊണ്ടുകൊടുക്കുന്നത്. നമുക്ക് സെറ്റാക്കാം. ഈ സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ പോയെന്ന് എടുക്കും. അവരെ കണ്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് എന്തോ പേര് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിടിക്കട്ടെ വീഡിയോ അതൊക്കെ എടുത്ത് ഞാൻ കാത്തു വാങ്ങട്ടെ. വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ചോക്ലേറ്റ് കിട്ടി ഗായ്സ്. അതും ഡയറി മിൽക്ക് സിൽക്ക്. അതും ഒരു ചെക്കൻ വഴി കൊണ്ടുവന്ന് തന്നു ഗൈസ് എന്നാണ് ഇവർ പറയുന്നത്. ഒരു ചെക്കൻ വന്നിട്ട് അൽഫീത്തയുടെ വീടല്ലേ ഇതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇവരെന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 355 രൂപയുടെ മുട്ടായി മേടിച്ചിട്ട് പ്രാങ്ക് ചെയ്യാണ്. ഇത് പ്രാങ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. നോ വേ മാൻ. എനിക്ക് ഒരു ചെക്കന്മാര് ഇത്രയും ധൈര്യത്തിൽ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കൊടുക്കോ? ഉമ്മച്ചിയുടെ നെഞ്ച് പടപടായി ഇടിക്കും. അപ്പി സീരിയസ് ആയിട്ട് ചോദിക്കാം. എന്റെ ഫോൺ എടുക്ക. എന്റെ ഫോൺ എന്റെ ഫോൺ നോക്കി പോയി നോക്കാശി. അതാണ് എനിക്കും നമുക്ക് ഇത്താടെ ഫോൺ എടുത്തിട്ട് അവര് മുന്നേ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ നോക്കാം. മുച്ചിമ പാട്ടുകാരെ ഇറക്കാം നമുക്ക്. അപ്പൊ ഡയറി മിൽക്ക് കിട്ടി. അല്ല ഇതിനകത്തുണ്ട് അപ്പി. അല്ല നീ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് പ്രാങ്ക് ചെയ്യണം. ഫസ്റ്റ് ക്യാമറ സെറ്റ് ചെയ്യണം. അതല്ല എനിക്ക് ഡൗട്ട് അടിച്ചെന്നറിയാവോ. അല്ലമീ നമ്മുടെ ഇവിടെ ഒരു അനിയനുണ്ട്. അവ ഇവിടെ വന്നിട്ട് ചോദിക്കാം അൽഫീത്തയുടെ വീടല്ലേ. ഇത് പ്രാങ്ക് ആണെങ്കിൽ ഈ വീഡിയോ കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. ഞാൻ അത് ശരിയാ. എന്നാലും ഇത് ഏത് ചെക്കൻ തന്നെ അതും ശരിയാ. പഠിച്ചോനെ ഇവര് കണ്ടുപിടിക്കില്ലേ. ഇല്ലില്ല ഇത് ആര് തന്നെന്നറിയാ. ഇത് പൊട്ടിക്കത്ത്. ഇത് എന്റെ കയ്യിൽ നിന്ന് പോത്തതുമില്ല. വലിക്കുന്നൊക്കെ പിന്നെ വലിക്കാമോ. ദാണ്ട പുൾ. എന്നാലും ഏതെങ്കിലും ചെക്കന്മാരെ എന്നിട്ടാലും ഈ ഓഞ്ഞ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു വിടും. ഇത് ഏത് ചെക്കനത്. ഗായ്സ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്ത അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത്ത അഭിനയിക്കുകയാണ്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്നാലും മച്ചി ഇത് ആരുകൊണ്ട് തന്നെ 355 രൂപയ്ക്ക് മോക്ക് ഗിഫ്റ്റ് എന്ന് ഡയറി മിൽക്ക് ലവ്. അറിയത്തില്ല മനുഷ്യൻ.
ഉമ്മച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഷാനിമി ഞാൻ പറഞ്ഞുതരാം. ഏതോ ചെക്കൻ വണ്ടിയിൽ വന്ന് എന്നിട്ട് മുക്കി വന്നിട്ട് പറഞ്ഞ അൽഫിക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണം, അൽഫിയുടെ വീട്ടിലോട്ട് ഞാൻ കേറിയ സീനാവൂന്ന്. അങ്ങനെ ആര് തന്നത് അറിയണ്ടേ? നമുക്ക് ക്യാമറ ചെക്ക് ചെയ്യാം അവിടത്തെ. ഉമ്മച്ചി പൊട്ടിക്കല്ലേ? അഭിനയം ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഡയറി മിൽക്കിന്റെ അടി കൂടുന്ന ആപ്പിയും ഉമ്മയും കണ്ട ഗായ്സ് ആപ്പിക്ക് എന്തോ ഉണ്ടായിട്ടല്ലേ വിച്ചിമ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ പൊട്ടിച്ച് കേറ്റി വെക്കാൻ പറ്റൂല. ഞാൻ നോക്കട്ടെ, ഞാൻ വായിക്കട്ടെ ആദ്യം. നില്ല എനിക്ക് ഇവളുമാർ കാണിച്ചു കൊടുക്കണം. ഞാൻ അവളുമാര് താ ഇങ്ങനെ കാണിയത് കണ്ട അവളുമാര് കഷ്ടതാര് പറയുന്നത്. എടി ഏതോ ഇത്താത് ഓഫാക്ക്. അയ്യേ ഗൈസ് ഇത് ആരെ ഹാൻഡിൽ ചെയ്യാന്നറിയാവോ? ഐ തിങ്ക് അനീഷയുടെ ആവാനാണ് ചാൻസ്. യെസ്. ഇല്ലല്ല, അനീസിന്റെ കഴിച്ചത് ഇതല്ല. യെസ്, അനീസിന്റെ കഴിച്ചത് ഇതല്ല. ഇതല്ല. എന്റെ കഴിച്ചത് ഇങ്ങനെ വരുമോ? എന്റെ ഇത് സ്നേഹിക്കുന്നവര് ആണ് പെണ്ണിന് തന്നതാ. പിന്നെ ആ പെണ്ണല്ല, ആണല്ലേ തരുത്തോളൂ. ഇത് എന്ത് ഐ ലവ് യു എവറി ഡേ ആൻഡ് എവറി മൊമെന്റ്. ഉമ്മച്ചി ഇറ്റ്സ് ജസ്റ്റ് വൺ ഡേ ഇൻ ദ ഇയർ. എന്താണ് ഡണക്ക എന്നാലും അത് ആരായിരിക്കും എനിക്കറിയില്ല. എന്റെ കഴിച്ചത് വലിയ ഇഷ്ടമാ. അനീസ നിന്റെ കൂടെ നിക്കില്ല. ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മുഖത്തെ കള്ളത്തരം എനിക്ക് കാണാൻ പറ്റും. ഇല്ല പൊട്ടിക്കാൻ വെച്ച് വേറെ ആരുടെയെങ്കിലും പൈസക്ക് ഇങ്ങനെ കൊണ്ടു തന്നാ നമ്മള് പൊട്ടിച്ചു തിന്നാനാ? നോ നോ വേ. ഉമ്മക്കറിയാൻ അനീസിന് കഴിച്ചത് കളിക്കാൻ ആ ബോർഡ് കൊടുക്കും. ഇല്ലില്ല ബോക്സ് ഒന്നും കൊടുക്കത്തില്ല, സൂക്ഷിച്ചു വെക്കണ്ടേ? ഡയറി മിൽക്ക് ഒക്കെ തന്നെ സൂക്ഷിച്ചു വെക്കണം. അല്ലുവിനെ പൊക്കണം ഗൈസ്, ആദ്യം അല്ലുവിനെ പൊക്കണം. അല്ലു ആണ് ഇതെനിക്ക് കൊണ്ടു തന്നെ. നിങ്ങൾ വിളിച്ചോണ്ടാ, ഞാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഡിസ്കഷൻ നടക്കും. ഗൈസ് ഞാൻ അനീച്ചായ വിളിച്ചിട്ട് കാര്യം പറയട്ടെ. ഷിനാത്താടെ പുതിയ സത്യമുണ്ട്, അത് നമുക്ക് കേൾക്കാം. സത്യം 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 എന്നാലും ഗൈസ് പ്രാങ്ക് ആണെങ്കിൽ ഇവരെ എനിക്ക് വേണ്ടി 335 രൂപ മുടക്കിയില്ലേ ഗൈസ്? ഇവര് പ്രാങ്ക് ചെയ്യുന്നതാണ് എനിക്ക് നല്ലപോലെ അറിയാം. ആ യെസ് കള്ളി ഷാനാമിയാണ് ഇതെനിക്ക് തന്നത്. ഷാനാമി ലവ് യു. എന്നാലും ഇത് അല്ലുവിൻ്റെ എങ്ങനെ എത്തിച്ച്? ഇനി ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഷാനാമി ഇത് മേടിച്ചു. ഷാനാമി അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇത് മേടിച്ചു തരണോ. ഷാനാമി പള്ളിമുക്കിൽ നേരത്തെ പോയായിരുന്നു, അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അല്ലുവിൻ്റെ കൊടുത്തു. ഇത് പ്ലാൻഡ് ആണ്, വൻ പ്ലാൻഡ് ആണ്. ഇത് ഉമ്മച്ചി അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഉമ്മച്ചി എന്നാണ് സത്യം ഇട്ടത്. ഇത്ത അറിഞ്ഞിരുന്നു, അതാണ് ഇത്ത എന്നാണ് അസത്യം ഇട്ടത്. ഓക്കെ ആ സത്യം സത്യം എവിടെ എവിടെ ചെവിയിൽ സത്യം 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 അങ്ങനെ തല പൊട്ടിപ്പോയി സത്യം 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 ഇത് കൊണ്ട് സത്യയുടെ ഇട കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇത് അറിഞ്ഞിട്ടില്ല. ഷാനാമി സത്യം ഞാനും അറിഞ്ഞിട്ടില്ല. ഷാനാമി ഇത് അറിഞ്ഞിട്ടില്ല. നിരപരാധിയാണ്. ഞാൻ സത്യം ഇടോ
ഞാൻ സത്യം. സത്യം. ഞാൻ സത്യമായിട്ട് ഇതിനാ കിഡ്സ് കണ്ടു ഗൈസ്, ഇങ്ങനെയാണ് നമ്മളെ പ്രാങ്ക് പൊളിക്കേണ്ടുള്ളത്. ഇതാരാ എഴുതിയതെന്ന് പറയും. പക്ഷെ അനീസയുടെ ഹാൻഡ് റൈറ്റിംഗ്. നമുക്ക് അനീസയെ പ്രാങ്ക് ചെയ്യാലോ. ഇത്താടെ അടുത്ത ഊള പ്രാങ്ക് ഇതാ വന്നത്. ഇത്ത കാരണമാണ് ഈ പ്രാങ്ക് പൊളിഞ്ഞത്. ഇത്താടെ ഓരോ മൂവ്മെന്റ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്ത എല്ലാം പൊളിച്ച്. ഒരു സത്യം നിങ്ങൾക്കറിയോ, ഇന്നത്തെ രണ്ടാമത്തെ പ്രാങ്കാണ് ഇത്താടത് ചീറ്റി പോകുന്നത് ഇന്നത്തെ ദിവസം. എനിക്ക് ഫസ്റ്റ് ക്ലൂ അടിച്ച എവിടെ നിന്നാണെന്നറിയാം. അല്ലു വന്നിട്ട് ഞാൻ ഇത് പൊളിച്ചിട്ട് അല്ലുവിന്റെ അടുത്തോട്ട് പോയില്ലേ. സാധാരണ ഉമ്മച്ചി വരുന്നതാ, പക്ഷെ ഉമ്മച്ചി വന്നില്ല. ഫസ്റ്റ് ക്ലൂ ഇല്ലില്ല. പിന്നീട് ഉമ്മച്ചി ഇറങ്ങി വന്നിട്ട് അതൊന്നും വീഡിയോ എടുത്തില്ല. നിങ്ങൾ പ്രാങ്ക് ആണെന്ന് മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്തു. അപ്പൊ ഉമ്മച്ചി വന്നിട്ട് പറഞ്ഞു കാത്തു കേറ്, ആര് തന്നേന്ന് അറിയണോന്നൊക്കെ പറഞ്ഞിട്ട്. സെക്കൻഡ് ക്ലൂ. പിന്നെ ഓരോ ക്ലൂകൾ ഇങ്ങനെ വാരി ഇത്ത തന്നോണ്ടിരിക്കുക. എന്താ സംഭവം അറിയാവോ? ഞാൻ മാരി വിളിച്ചിട്ട് അങ്ങനെ മാരിയെ വിളിച്ചു. അമ്മ പറഞ്ഞു ശരിയുടെ സെറ്റ് ആക്കുക, ഞാൻ ബൈക്കിൽ വന്നിട്ട് കറുത്ത ഹെൽമെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വിളിച്ചിട്ട് ഇവൻ എവിടെ പോകണം പറഞ്ഞു. വിളിച്ചിട്ട് സെയ്തിലയുടെ അനിയനുണ്ട്, അവനെ കണ്ട് വലിയൊരു ചെറുക്കനെ പോലെ തോന്നി. എനിക്കറിയാമോ സെയ്തിൽ ആരാണ്, സെയ്തിലയുടെ അനിയൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ്റെ കൂട്ടുകാരെന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റാ. ഞാൻ നിങ്ങൾ ആരും കാണാതെ ഞാൻ റൂമിലെ ജനല് തുറന്നിട്ട് അതിൽ കൂടെ ഡയറി മിൽക്ക് എടുത്തിട്ട് പുറത്ത് അങ്ങറ്റത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു മാരിക്ക്. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ഉമ്മാര് കാണാത്തോണ്ട് വീടിറങ്ങിയപ്പോൾ അമ്മമാർ വന്നിട്ട് ഇത്ത എവിടെ ഞാൻ പറഞ്ഞു അപ്പൊ അവന്മാർ എടുത്തോ അവിടെ മതിലിന്റെ അടുത്തിരിക്കുന്ന അവന്മാർ കൊണ്ടുതരുന്ന വീഡിയോ ഒന്നും എടുത്തില്ലേ? അപ്പൊ അവനടുത്ത് ഞാൻ പറഞ്ഞ എന്താ സംഭവം എന്ന് പറയാ. ഇവിടെ നിർത്തുന്ന തോന്നാ അവിടുത്തെ കൊണ്ടുതരുന്ന സംഭവം. ഞാൻ പറഞ്ഞു ഇടാൻ ബൈക്കിൽ വന്നിട്ട് കീ എടുക്കണം. അപ്പൊ ആസി ഞാൻ പറഞ്ഞു വിടാം, എന്നിട്ട് ഡയറി മിൽക്ക് കൊടുത്തിട്ട് അങ്ങ് പോണം, ആപ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മാർ എന്താ അൽഫിത്താക്ക് തിരുകൂന്ന് പറയാം. അതൊന്നും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കൈ ഇതാക്ക് പോയി. അപ്പോഴത്തെ ഉമ്മ എഴുതി എന്റെ ഒരു നോട്ടം. അറിയോ ഞാൻ ഇതിനകത്ത് മിഠായാന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവള് പറ്റിക്കായിരിക്കുന്നു നിന്നെ. ഇവര് രണ്ടും നമുക്ക് അല്ലുവിനെ പോയി പൊക്കാം ജീവാ. ഉമ്മച്ചി ചോദിച്ചാൽ ആരടാ തന്നത്, നീ ആര് ചോദിച്ചാലും മേടിച്ചോണ്ട് വരും. ഷിംലയുടെ പുറത്ത് വെട്ടില് വീണ് ഇവര് കിടന്ന് ഓടിയില്ലേ, അപ്പൊ ഇവര് കിടന്ന് ചാടിയില്ലേ. മിച്ചിമ്മ വഴക്ക് പറഞ്ഞു. അപ്പൊ ഇവളെ ഇച്ചിരി നേരം കണ്ടതുമില്ല. ഞാൻ ഷീനായ എന്ന് ചോദിച്ചപ്പോൾ വെളിയിൽ നിന്ന് കേറി വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചേ നീ വെട്ടിൽ തന്നെ എങ്ങാനും വെച്ച് പൊതിഞ്ഞ് നിനക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞത്. നീ പേടിക്കല്ലേ എന്നാ തുറക്കുമ്പോ. പക്ഷെ ഇവര് ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം എന്താന്ന് വെച്ചാൽ അതൊന്നും വീഡിയോ എടുത്തില്ല. ഉമ്മച്ചി നമുക്ക് അല്ലുവിനെ പോയി പിടിക്കാം. അല്ലുവിനെ പോയി പിടിച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ കരയാം. ഗൈസ് ഞാൻ പോയി അല്ലുവിനെ പൊക്കിട്ട് അല്ലുവിനെ കാത്ത് നിൽക്കാണ്. അല്ലു ഇവിടെ ഇല്ല. അല്ലുവിനെ വിളിക്കോ? ഹലോ, നീ ഇങ്ങോട്ട് വീട്ടിലോട്ടൊന്ന് വന്നേടാ. ശരിയടാ ഗൈസ്, നമുക്കും വരും. ബാ നമുക്ക് വീട്ടിലോട്ട് ഇരിക്കാം. ഗൈസ്, എന്തായാലും ഞാൻ എൽഫിക്ക് കൊടുത്ത പ്രാങ്ക് ചീറ്റിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ അവൻ വീട്ടിലോട്ട് വരും. അപ്പോൾ ഉമ്മ നല്ല ചൂടായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അവനാകെ ചൂടാകുമ്പോൾ അവൻ്റെ റിയാക്ഷനും കാര്യങ്ങളും എന്താക്കാൻ നോക്കാം. ആരാടാന്ന് അല്ല ഉമ്മച്ചി വിളിക്കുന്നടാ, വാടാ. ഉമ്മച്ചി അവിടെ ഒരുത്തനുണ്ട്, അവനെ പൊക്ക്. ആരാടാ തന്നത് പറയടാ. ആരാടാ തന്നെ കൊണ്ട് തന്നപ്പോൾ പറഞ്ഞുവിടായിരുന്നു. എന്റെ ടീച്ചറിന്റെ മോളാ, ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുവിടായിരുന്നു. ഏതാ പറയണ്ട. എന്നാലും അത് ഏത് ചെക്കനടാ കൊണ്ട് തന്ന? ഇവനും ഉണ്ടായിരുന്നു. ഇവന്മാര് രണ്ടാളെ കൊണ്ട് തന്നു. ഇവർക്കൊക്കെ ഡൗട്ട് ഞാനാ നിന്റെ തന്നു വിട്ടേന്ന്. എനിക്ക് നിന്നെ അറിയത്തോലും ഇല്ല ആരാ. എന്നെ അറിയാവോ നിനക്ക്? ഷിജിനാത്ത വെൽ പെർഫോം. ആരും കൊണ്ട് തന്നാലും
പിന്നെ പറഞ്ഞൂടെ എന്റെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞൂടായിരുന്ന നിനക്ക് എന്റെ ഒരു സാധനം തന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്തു. എനിക്കറിഞ്ഞൂടാ. ആരാ തന്നേന്ന് പറയേ. എനിക്കറിഞ്ഞൂടാ ഒരു വെളുത്തൊരുക്ക. ഒരു വെളുത്തൊരുക്കാന്ന് ഇത്ത ഒരു വെളുത്തൊരുക്കാന്ന്. സത്യം പറയടാ, ആരാന്നറിയാതെ എങ്ങനെ മുട്ടായി ഇന്നു പറയടാ. നീ പറ, നീ പറ ആരാന്ന് പറ. ഒരു വെളുത്തൊരുക്ക ബൈക്ക് വന്നിട്ട് അവന്റെ കൊടുത്ത് ആരുടെ മറ്റേ ഇവിടുത്തെ ഇത്താ കൊടുക്കാനും എനിക്കറിയാനോ? ഫോട്ടോ ഇല്ല ഉണ്ടോ? ഫോട്ടോ കണ്ടില്ല. അവനിക്ക് കണ്ടാ അറിയാം. ആണോ? എന്നാലും ഒരു ആകൃതി പറ. അവനിക്കറിയാം. നീ ഇല്ലായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, ഫിറോസും ഉണ്ടായിരുന്നു. ഫിറോസ് വീട്ടിന്റെ അവിടെ. ഫിറോസ് എന്നിട്ട് പറഞ്ഞു ഫിറോസ് ഒന്നിലും ഇല്ലാന്ന്. ഇവനുണ്ട് എടാ എടാ, എന്നാലും അത് ഏത് ചെക്കനാന്ന് പറഞ്ഞാ കണ്ടിട്ടോരും ഇല്ല. അമ്മച്ചി ഇതെന്താ അമ്മച്ചി പറ, സത്യം പറയടാ. എന്നാലും അത് ഏത് ചെക്കനാന്ന് അറിയണ്ടേ നമുക്ക്. ഞങ്ങൾക്ക് അറിയാവൂല്ലേടാ. അയ്യോ എനിക്കറിയാം. കൊടുക്കാൻ പറഞ്ഞു. എന്റെ നിനക്ക് വേണം, നിനക്ക് ഞാൻ തരാം. എടാ നിനക്ക് ഞാൻ തരാം, പക്ഷെ നീ ആരാന്ന് പറയണം. കണ്ടില്ല. എടാ ഇതിലെ പോലീസൊക്കെ വിളിച്ചോലാ. ഇവരൊക്കെ ധാരണം ഞാനാ നിന്റെ തന്നിട്ട് ഇവര് കൊണ്ടു കൊടുത്തെന്നാ അങ്ങനെ വല്ലതുമാണ്. ഇല്ല എന്റെ റോട്ടി ഒരുക്ക് കൊണ്ട് ചെന്നിട്ട് പറഞ്ഞത് അൽഫീത്താടെ വീട്ടിൽ കൊടുത്താൽ അൽഫീത്താന്ന് പറഞ്ഞാ? അല്ല അൽഫീന്ന് പറഞ്ഞ ഞാൻ ഇത്താന്ന് വിളിച്ചു. ആണല്ലേ? എന്നാലും അത് ഏത് ചെക്കനും ഇവൻ നല്ലോണം കണ്ടു. അവരിക്കാ മുട്ടായി കൊടുത്ത ഞാൻ അയക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ ഉള്ളു. ആണോ? ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നു. എടാ അവിടെ നിന്ന് ക്യാമറ എടുത്താലോ? വലിയ ബംഗ്ലാവ് കിട്ടിയിരുന്നു ക്യാമറ എടുത്താലോ? അവൻ എനിക്കറിയാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചില്ല അൽഫീത്തല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അറിയാടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ പറഞ്ഞു ഇതും കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ കൊണ്ടു തന്നു കൊറേ നേരം. പിന്നെന്താ പറഞ്ഞേ? പിന്നൊന്നും പറഞ്ഞില്ല. നീ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു വിളിച്ച് പറയാന്ന് പറഞ്ഞു. വിളിച്ചു പറയാന്ന്. നിന്നെ വിളിച്ചാ? അവിടെ വിളിച്ചാ? എന്താ ചുമ്മാ അറിയാത്ത കണക്ക് വിളിച്ചു നോക്കാ. പറയട്ടെ, നീ അഭിനയിക്കാ. ഇതൊക്കെ വിഷയാ. ഇതൊക്കെ ഇഷ്ടാണോ? വേണ്ട, ചെറുക്കൻ ഇവിടെ വരട്ടെ. ചെറുക്കനെ കാണണ്ട. അറിയാലോ, പിന്നെന്തിനാ വരുന്ന. എന്തായാലും അവന്മാര് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ട് റിസ്ക് എടുത്ത് തന്ന് കൊണ്ടുവന്ന ചെക്കൻ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. നമുക്ക് തിന്നാടാ. വാ വാ. 355. നീ ഇത് പൊട്ടിക്കണാ. പറയും കാലി വലിയ പിടിക്കുമെന്ന് പറയുമ്പോ കൊണ്ടുപോയി ഡയറിക്ക് മാത്രം മതി. ഇതങ്ങ് മാറ്റി ഫോട്ടോ ഞാൻ കൊണ്ടുപോടാ കാണിക്കട്ടാ. പിടിച്ചു പോകട്ടെ ഇവരെ പിടിക്കണ്ട. മാരി എന്താടാ പറഞ്ഞത് നിന്റെ അടുത്ത്? മാരി പോക്കട്ടെ. എടാ ഇതിൽ ആരാ ഇപ്പൊ പ്രാങ്ക് ആയതടാ? മാരി വിളിക്കുന്ന എടുത്തിട്ട് പറ. അൽഫീത്ത ഒന്നും അറിഞ്ഞിട്ടില്ല. അൽഫീത്താടെ ഉമ്മ കലിപ്പാണ്. ഹലോ അവിടുന്ന് വിളിച്ചായിരുന്നു ഇപ്പം. എന്തോ ആയത്താടെ വീട്ടിൽ എന്തോ കലിപ്പായിരുന്നു. ആ എനിക്ക് പറഞ്ഞൂടെ കേക്കൊന്ന് വിളിച്ചു നോക്കിട്ട് വിളിക്കണേ. ആ ശരി.
ഹലോ ആ പറയടാ. ഇവിടെ ഫുൾ സീനായിടാ. മിച്ചീമൊക്കെ സീനാക്കി. മിച്ചീമ ഇത് ആരും കൊണ്ട് തന്നത് ഡയറി മിൽക്ക് തന്നവരുടെ തന്നെ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അവനെ വിളിപ്പിച്ച്. അവനെപ്പ വിളിപ്പിച്ച് ആ ചെറുക്കനെ കാത്ത് നിൽക്കിയപ്പോ ഡയറി മിൽക്ക് തിരിച്ചു കൊടുത്തു ഇവിടെ. ഞാൻ പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. അതിന്റെ ഇൻട്രോ എടുത്ത വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഉമ്മടെ കൊണ്ട് കൊടുത്ത നീ പറ. ഉമ്മ നീ ഒരു കാര്യം നീ ഇങ്ങോട്ട് വരുമോ ഒന്ന്? ആപ്പിയാണെങ്കിൽ കരഞ്ഞ് സീനായിട്ടിരിക്കുന്നു. ആപ്പി എന്റെ അടുത്ത് ദേഷിക്കുന്നു. ആപ്പി ഒന്ന് പ്രാങ്കൊക്കെ ചെയ്തതാണ്. ഇപ്പൊ പ്രാങ്കൊക്കെ മാറി ഇപ്പൊ മൊത്തം പണിയായിട്ട് ഇരിക്കുന്നു എനിക്ക്. എടാ നീ എന്റെ കൂടെ ഉണ്ട്. നീ ഇങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കി നീ പോരുതേ. നീ അമ്മ ഫോൺ എടുക്കൂന്നറിയ. ഫോൺ എടുക്കാതെ അമ്മ അവനെ തിരക്കി പോയിരിക്കുന്ന. ആ അമ്മ ദേഷിച്ചിറങ്ങി പോയടാ. അല്ല സെയ്ദിയുടെ അനിയന്റെ പേരും തല്ലുവാ. അമ്മ പറഞ്ഞു എനിക്കറിയാം അവന്റെ വീടെന്ന് പറഞ്ഞ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. ആരാ തന്നെന്ന് അറിയാം. ഇനിയിപ്പൊ അവന്റെ വീട്ടിൽ പോവായിരിക്കും. എനിക്കറിയത്തില്ലടാ. ഫുൾ കഴിയും. അവനൊന്ന് വിളിക്കടാ. അവനെ കാത്തിരിക്ക. നീ അവന്റെ അടുത്ത് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ പറ. ശരി എന്നാ. എന്നാലും എടാ നീക്ക് എന്നെ പ്രാങ്കാന്ന് വിചാരിച്ചാ? നീ എന്നെ പ്രാങ്കാന്ന് വിചാരിച്ചാ? ഞാൻ അപ്പൊ തന്നെ പൊക്കി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു പ്രാങ്കാന്ന്. ഹലോ, ഞാൻ ഇവിടെ ത്രിവേണിക്കാ. ഇങ്ങോട്ട് വരുമോ? ഓ ശരി ശരി. നമുക്ക് അങ്ങോട്ട് വിളിച്ചിരിക്കാം. നമുക്കത് ഹാർട്ടും കൊണ്ട് പോയി ഗൈസ്. എനിക്കൊന്നില്ല. എനിക്ക് ഗൈസ് ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. ഒരു മുട്ടായി മേടിച്ചാ 62 മുറിക്കും. ഇതൊരെണ്ണം ഞാൻ എടുക്കട്ടെ. ഡയറി മിൽക്ക് എന്റെ 4 പീസ് വെച്ചേക്കോ. നീ ഇവിടെ വിളിച്ചാലോ? വിളിച്ചു ഞാൻ തന്നെ നോക്കി. ഞാൻ ഇത് വിഷയം അറിയില്ല. ഇത് പ്രാങ്ക് ആണെന്ന് ഞാൻ അറിയില്ല. എനിക്കൊരു ഫോൺ വന്നു എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അപ്പോഴേ അച്ഛനെ വിളിച്ച് ഏൽപ്പിച്ചതാ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു കൊടുത്തു. പിടിക്കല്ലേ എന്തുകൂടാ ഇത്ര ഷോ അടിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാങ്ക് ആണെന്നൊരു വീഡിയോക്ക് ഇത്ര ഒന്ന് ഷോ അടിക്കേണ്ട കാര്യമുണ്ടോ? നോക്കട്ടെ. ഞാനത് കണ്ടില്ല. ഞാൻ രാത്രി ഞാൻ കാര്യം പറഞ്ഞ എനിക്കൊരു ഇവനാണ് ഇതിൽ എന്നെ വിളിച്ച്. ഇവൻ എനിക്കിവിടെ വിളിക്കുന്നത്. ഇതിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഒരു മുട്ടായി കൊടുക്കണം. ഇവിടെ ഒന്ന് പ്രാങ്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അറിയാൻ പറ്റുമല്ലോ. ഞാൻ അച്ഛനോട് ഞാൻ കൊണ്ടുവന്ന് എന്തായാലും ഇവിടെ ഇറങ്ങുന്ന എന്നെ അറിയാം. ഞാൻ മുട്ടായി എന്തായാലും കണ്ടുപിടി. അറിയാത്ത ഒരുത്തിനെ പറഞ്ഞു. ഇവനെ അറിയത്തില്ലല്ലോ ഇവിടെ. ഇത് കണ്ട ഇപ്പൊ ഇതാ പ്രശ്നം. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആളെ വിട്ടു കൊടുത്തു. അത്ര എന്നെ അറിയാമല്ലോ. വന്ന പ്രാങ്ക് വിളിയത്തില്ലേ? അതിന് ഞാൻ തന്നെ നോക്കുന്നു. എനിക്കൊരു ഫോൺ തരുന്നു. നിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവനെ ആള്
ഞാനാണെങ്കിൽ കഴിച്ചിട്ട് നേരെയായിരുന്നു. നിക്കറാ വീഡിയോ അല്ലേ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഇക്ക വിളിച്ചത് എല്ലാം റെക്കോർഡടാ. അവനെ വിളിച്ചത്, ഇത്ത വിളിച്ചത് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്താ പോസ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞടാ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തല്ലേ നീ ഉണ്ടായിരുന്ന പക്ഷെ നീ എന്താ പറഞ്ഞു നമ്മളോട് ഒന്നിച്ച് പ്ലാൻ ചെയ്തതാ പോട്ടൊരു സീൻ ആവണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് അത് തന്നെ എങ്ങ് വാ മുട്ടായി നിട്ടോ. ഞാൻ തന്നെ നോക്കുന്നു. ഇനിയിപ്പൊ ഞാൻ പോട്ടെ, അവക്ക് സീൻ ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് പറയാനല്ലേ. ഞാൻ അനീസക്ക ഷീനാത്തായ സേഫ് ചെയ്ത് എല്ലാരെയും സേഫ് ചെയ്ത് സംസാരിക്കടാ. ഉമ്മ സീന എന്നെ ഇതാക്കണേന്ന് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത്ര പിള്ളേരിക്കുമ്പോ നിനക്ക് ഒന്നാം അവന്മാർ രണ്ടു നിന്നെ വീട്ടിൽ കേട്ടാ അപ്പൊ ഗൈസ് നമ്മള് കൊറേ നാളിന് ശേഷം ഒരു കിടുക്കം പ്രാങ്ക് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പ്രാങ്ക് ആക്കിയവരെയും ആക്കാത്തവരെയും ഇൻക്ലൂഡ് ആവാത്തവരെയും ഇത് പ്ലാൻ ചെയ്തൊരു ലാസ്റ്റ് പ്രാങ്ക് ആയിപ്പോയി. അതാണ് ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ ഇങ്ങനെ ചത്ത് കിടക്കായിരുന്നു ഗൈസ്. ഇപ്പൊ എന്തായാലും ജീവൻ വെക്കാൻ പോവാണ് പ്രതീക്ഷിക്കുന്നു. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇടണോന്ന് വിചാരിച്ചതാണ്. അത് നമ്മുടെ ഷാനാമി കാരണം നമുക്ക് സംഭവിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം കൊറേ അപ്പമായി നമുക്ക്. ശരി അതായിരിക്കും നല്ലത്. സോ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.